الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം, ദ ഇസ്ലാമിക് സെക്യുലർ. ഇസ്ലാമിക് സെക്യുലർ പുതിയ ആപ്ലിക്കേഷനാണ്. അതേസമയം ഷമൻ ജാക്സനെ കൂടുതൽ വായിച്ചിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അറിയാവുന്ന പോലെ അദ്ദേഹത്തിന്റെ PhD thesis ഫസ്റ്റ് ബുക്ക് ഇസ്ലാമിക് ലോ ആൻഡ് സ്റ്റേറ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ജൂറിസ്പ്രുഡൻസ് ഓഫ് ഷിഹാബുദ്ദീൻ അൽ ഖറാഫി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം തൊട്ടേ അദ്ദേഹത്തിന്റെ വർക്കുകളിൽ കാണുന്ന ഒരു ലൈൻ ഓഫ് തോട്ട് ഉണ്ട്. അതിന്റെ ഒരു നിലക്കുള്ള എന്താ പറയാ ഒരു വിശദീകരണം എന്നുള്ള നിലക്ക് കൂടിയിട്ട് ആണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനെ ഒരു എന്താ പറയാ ഡെലിബറേറ്റ് ആയിട്ട് പോസിറ്റീവ്ലി അൺസെറ്റിൽ ചെയ്യാന്നൊക്കെ പറയുന്ന തരത്തില് സെക്യുലർ എന്നുള്ള തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് വളരെ തിരുത്തം വന്ന ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ചില ധാരണകളെ, അണ്ടർസ്റ്റാൻഡിങ്സിനെ ഒന്ന് ഷേക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചില ഡിബേറ്റ്സ് പ്രൊവോക്ക് ചെയ്യുക എന്നൊക്കെയുള്ള നിലക്കാണ് ജാക്സന്റെ ഈ ഒരു വർക്കിനെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിന്തകളുടെ ഒരു സ്വാഭാവികമായ തുടർച്ചയാണ് നമുക്കിതിലും കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഇതില് എനിക്ക് തോന്നുന്നത് ഇതിന്റെ റിവ്യൂവേഴ്സ് ഒക്കെ തന്നെ ഇതിന്റെ തന്നെ കവർ പേജിലുള്ള ഇബ്രാഹിം മൂസ, അതുപോലെ തന്നെ സാരപ്പൊക്കെ തന്നെ പറയുന്ന പോലെ ഇത് ബേസിക്കലി ഒരു ടൂർ ഡി ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് എ ടൂർ വർത്ത് ടേക്കിംഗ് എന്നൊക്കെ പറയുന്നത്. ഇത് ഒരു കൈൻഡ് ഓഫ് ടൂർ തന്നെയാണ്. ഇതിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പുസ്തകം എന്നുള്ള നിലക്ക് ഇതിനെ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും വലിയ ഒരു പരിമിതിയായിട്ട് എനിക്ക് മനസ്സിലായത്. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം തന്നെ ഇതിൽ പറയുന്ന പോലെ ഒരു തിയേറ്റർ ഓഫ് വെസ്റ്റേൺ സ്കോളർഷിപ്പ് എന്നാണ് ജാക്സൺ തന്നെ ഇതിനെ ഇതിന്റെ അവസാന ഭാഗത്ത് പരിചയപ്പെടും. തിയേറ്റർ ഓഫ് വെസ്റ്റേൺ സ്കോളർഷിപ്പ്. അപ്പൊ അത് തുടങ്ങുന്നത് തന്നെ യൂറോപ്യൻ ചിന്തകനായിട്ടുള്ള ഫിലോസഫർ ആയിട്ടുള്ള താഹ അബ്ദുറഹ്മാനെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു നെമസിസ് ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ അല്ലെങ്കിൽ നിലവില് ജ്ഞാന ശാസ്ത്രം അല്ലെങ്കിൽ എപ്പിസ്റ്റമോളജിക്കൽ, അതുപോലെ തന്നെ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മേഖലകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വെസ്റ്റേൺ ഹെജിമണി, അതിനെ കണക്കിലെടുത്തുകൊണ്ട് ഈ ടെർമിനോളജിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കൺസെപ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലൊക്കെ തന്നെ ഒരു പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു വെസ്റ്റേൺ ഹെജിമണി നിലനിൽക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരമൊരു സാഹചര്യത്തിൽ അവരുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരു ഐഡന്റിറ്റി എന്നുള്ള പദം എത്രത്തോളം അവിടെ കിട്ടാണെന്ന് എനിക്ക് ഉറപ്പില്ല. സ്റ്റിൽ പറയാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിലവില് ആധിപത്യം വാഴുന്ന ഈ പദാവലികൾ, അതുപോലെ തന്നെ കൺസെപ്റ്റ്സ്, ഇതിനൊക്കെ തന്നെ ഒരു നിലക്ക് റീപ്രോസസ് ചെയ്തിട്ട് അതിന് ഒരു തരത്തിലുള്ള നമുക്ക് വേണമെങ്കിൽ ഇസ്ലാമൈസേഷൻ എന്നൊക്കെ പറയാവുന്ന അത്തരം ഒരു ജോലി അനിവാര്യമാണ്. ആ തരത്തിലുള്ള അല്ലെങ്കിൽ ആ ഡയറക്ഷനിലുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് ജാക്സൺ ഇതിനെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സെക്യുലർ ഒരുപക്ഷെ ഓക്സിമറോൺ
വിപരീത അർത്ഥങ്ങൾ വരുന്ന പലരും അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള പോലെ ഇസ്ലാമിക് സെക്യുലർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ പലരുടെയും മനസ്സിൽ വരുന്ന അപ്പൊ അത് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട്, എന്നാൽ അത് വളരെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പദം ആണ് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇതില് ഞാൻ സൂചിപ്പിച്ച പോലെ ഒരുപാട് വിഷയങ്ങൾ ഇതില് ചർച്ച ചെയ്യുന്നു എന്നുള്ളത്, ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെയും വളരെ ന്യൂആൻസ്ഡ് ആയിട്ട്, കാരണം ഒരു കൈൻഡ് ഓഫ് ഒരു ഡിഫെൻസീവ് പൊസിഷൻ നിന്നുകൊണ്ടാണ് പലപ്പോഴും ജാക്സൺ ഇതിൽ സംസാരിക്കുന്നതെന്നല്ല. കാരണം ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഇതിന്റെ ഒരു പ്രൊവോക്കേറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു ഓക്സിമറോണിക് നേച്ചറിനെ കുറിച്ച് അദ്ദേഹം വളരെ കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിഫെൻസീവ് പോസ്റ്ററാണ് ഇതിൽ അദ്ദേഹം ത്രൂ ഔട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓരോ ഡിസ്കഷൻസും വളരെ വളരെ ന്യൂആൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേകമായ പോയിന്റ് അങ്ങനെ പറയുക എന്നുള്ളത് പരിമിതമായ നമ്മുടെ ഈ ഒരു സമയത്തിന് അടുത്ത് സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ ചില വിഷയങ്ങളിലേക്ക് മാത്രം ചില സൂചനകൾ മാത്രം നൽകിക്കൊണ്ട്, എന്നാൽ അനിവാര്യമായിട്ടും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്റർ ഓഫ് വെസ്റ്റേൺ സ്കോളർഷിപ്പ് ആണ് എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൽ ഒരുപാട് കണ്ടംപററി വെസ്റ്റേൺ തോട്ടില് അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റഡീസിനകത്ത്, സോഷ്യോളജിക്കകത്ത്, ആന്ത്രോപോളജിക്കകത്ത്, ഫിലോസഫിക്കകത്തൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒട്ടുമിക്ക സ്കോളേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ തലാനസറാവട്ടെ, വായിൽ ഹലാക്കാവട്ടെ, ആന്റിയോസ് മാഷ് ആവട്ടെ, അതുപോലെ തന്നെ ഷഹാബ് അഹമ്മദ്, മാർഷൽ ഹോസൻ, ഇങ്ങനെ എന്നാണെന്നുണ്ടെങ്കിൽ ഒവാമിർ അഞ്ചു, ജനാദൻ ബ്രൗൺ, ഇങ്ങനെ ഈ സ്കോളേഴ്സ് ഒക്കെ തന്നെ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഈ പുസ്തകത്തില് പോസിറ്റീവായിട്ടും അഫർമേറ്റീവ്ലി അതുപോലെ തന്നെ അല്ലാത്ത ക്രിട്ടിക്കലായിട്ടൊക്കെ തന്നെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു തിയേറ്റർ ഓഫ് വെസ്റ്റേൺ സ്കോളർഷിപ്പ് ആയതുകൊണ്ട് ഒരു പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക അല്ലെങ്കിൽ ഇതൊരു എസെൻഷ്യൽ റീഡ് എന്ന് ഞാൻ പറയുക ഈ ഒരു വെസ്റ്റേൺ സ്കോളർഷിപ്പിൽ ഒരു ഫെമിലിയാരിറ്റിയും വായനയൊക്കെ എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നാമപുരത്തെ ഫലാസഫയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ അസുഖമുള്ളവര് മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ ഒരു പക്ഷെ ഇതൊരു എസെൻഷ്യൽ റീഡ് ആയിക്കൊള്ളണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഇത് വളരെ ക്ഷമയോട് കൂടിയിട്ട് ഇന്ന് വായിക്കേണ്ടുന്ന, റിപ്പീറ്റഡ് ആവർത്തിച്ച് വായിച്ചാൽ മാത്രം, ജാക്സന്റെ എഴുത്തിന്റെ കൂടി പ്രത്യേകതയാണ്. അതൊരു പക്ഷെ അറിയാവുന്ന ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗിൽ നമുക്ക് കിട്ടാത്തൊരു ന്യൂആൻസ് ഒരു തേർഡ് റീഡിങ്ങിലാണ് കിട്ടുക. അതായിരിക്കും അതിൽ ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ ഏറ്റവും വലിയ പരിമിതി അത് തന്നെ. ഏതായാലും ആ നിലക്ക് ഇത് വായന ഞാൻ ഈ പറഞ്ഞ രൂപത്തില് ആണത് അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു കണ്ടംപററി ഇസ്ലാമിക് തോട്ടിന് ഷെർമൻ ജാക്സനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കൂടി ഇത് വായിക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നത് പലപ്പോഴും 20ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ചിന്ത നമുക്കറിയാവുന്ന പോലെ ഒരു പൊതുവിൽ തന്നെ ഒരു വെസ്റ്റിനെ, മഗ്രിബിനെ അല്ലെങ്കിൽ പാശ്ചാത്യ ചിന്തയെയും പാശ്ചാത്യ നാഗരികതയൊക്കെ തന്നെ ഒരു ഇസ്ലാം വേഴ്സസ് ദി വെസ്റ്റ് എന്നുള്ള ഒരു നിലക്കാണ് പലപ്പോഴും നമ്മുടെ 20ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ചിന്തയെ പൊതുവിൽ നമ്മുടെ പൊതുവിൽ അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതില് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഉള്ളതോടൊപ്പം തന്നെ പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുക ആ ഒരു ഓറിയന്റേഷൻ. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഓറിയന്റേഷൻ, പ്രത്യേകിച്ച് താഹ അബ്ദുറഹ്മാൻ, ഞാൻ പറഞ്ഞത് പുസ്തകം തുടങ്ങുന്നതന്നെ തന്നെ താഹ അബ്ദുറഹ്മാനെ കോട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഞാനൊന്ന്
പിന്നെ വായിക്കാം. നെമസിസ് ഓഫ് ലാംഗ്വേജ് അതിൽ താഹെ, പിന്നെ അദ്ദേഹത്തിന്റെ റൂഹുൽ ഹദാസ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് ഒരു വാദിന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. അദ്ദേഹത്തിന്റെ പിന്നെ താഹ അബ്ദുറഹ്മാനെ കോട്ട് ചെയ്യാണ്. ദ റിയാലിറ്റി ഈസ് ദാറ്റ് as long as Muslim society does not find its way to innovating new conceptual tools or reprocessing the conceptual tools of others to the point that they become as if they had been innovated originally by Muslims, there will be no hope of exiting the intellectual desert that has become the Muslim mind. ഈ ഒരു ഇതാണ് നമുക്ക് ഒരു ഇതാക്കി എടുക്കാവുന്ന പിന്നെ ഇന്റലക്ച്വൽ ഡിസൈഡ്, ഒരു പിന്നെ ഭൗതിക മരുഭൂമി നിന്ന് പുറത്തു കടക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്നുള്ള. അപ്പൊ ഇതില് പിന്നെ നമുക്ക് പിന്നെ ജാക്സന്റെ ചിന്തയില് പൊതുവിലും ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ചും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യത്യാസം പിന്നെ ഈ തഹ അബ്ദുറഹ്മാനെ പോലെയുള്ള, അല്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ പിന്നെ അല്ലാമ ഇഖ്ബാലിനെ, ഫദ്ലുർ റഹ്മാൻ പോലെയുള്ള, പിന്നെ ഇവൻ ഒരു പരിധി വരെ ബഗോവിച്ചിനെയൊക്കെ പോലെയുള്ള ചിന്തകരിൽ കാണുന്ന പൂർണ്ണാർത്ഥത്തിൽ ഇസ്ലാം വേഴ്സസ് വെസ്റ്റ് ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ടല്ലാതെ പിന്നെ കുറെ കൂടി ഒരു ഫിലോസഫിയിലേക്ക് പിന്നെ ഒരു ചായവുള്ള ഒരു ചിന്ത അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ മോഡേണിറ്റീസ് ഫ്രെയിംവർക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് പിന്നെ വെസ്റ്റിനെ പിന്നെ പൂർണ്ണാർത്ഥത്തിൽ ഒരു എതിർചേരിയിൽ പ്രതിഷ്ഠിക്കാതെ പിന്നെ പൊതുവിൽ നമ്മൾ അതിന് പറയുന്ന ഒരു സംഗതി മൾട്ടിപ്പിൾ പിന്നെ മോഡേണിറ്റീസ് ഫ്രെയിംവർക്കാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പൊ തഹ അബ്ദുറഹ്മാനും വായിൽ ഹലാക്കും തമ്മിലുള്ള ഒരു ഡിസഗ്രിമെന്റിന്റെ ഒരു പോയിന്റ് ശ്രദ്ധിച്ചാൽ നമുക്കത് എന്താണ് പറയുന്നത് മനസ്സിലാവും. റിഫോമിംഗ് മോഡേണിറ്റി പിന്നെ എന്ന് പറയുന്ന തഹ അബ്ദുറഹ്മാനെ കുറിച്ച് എല്ലാ എഴുതിയ പുസ്തകത്തില് പിന്നെ അവസാന ഭാഗത്ത് അവരുടെ തമ്മിലുള്ള ഒരു ഡിസഗ്രിമെന്റിനെ കുറിച്ച് പറയുന്നത് പിന്നെ റൂഹുൽ ഹദാസയും വാത്തുൽ ഹദാസയും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ഇദ്ദേഹം കൽപ്പിക്കുന്നുണ്ട് തഹ അബ്ദുറഹ്മാൻ. അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ പിന്നെ അല്ലാത്ത പിന്നെ വകച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഡിഫറൻസിയേഷൻ കൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു സ്പിരിറ്റ് ഓഫ് മോഡേണിറ്റിയും അതുപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള പിന്നെ ഒരു വെസ്റ്റേൺ മോഡേണിറ്റി തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട് എന്നാണ് താഹ പറയുന്നത്. അതില്ല എന്നുള്ളതാണ് എല്ലാത്തിന്റെ കാര്യങ്ങൾ. പിന്നെ നമ്മള് ജാക്സനെ ത്രോട്ട് വായിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു വർക്കിലൊക്കെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി ഈ ഒരു ഏറെക്കുറെ ഈ ഒരു ലൈനിൽ ഒരു റൂഹൽ ഹദാസ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു ഇസ്ലാമിക് മോഡേണിറ്റി, അൽ ഹദാസ അൽ ഇസ്ലാമിയ, അൽ ഹദാസ ഖാനിയ എന്നൊക്കെ, പിന്നെ അൽ ഹദാസ അൽ മുസ്തമിറ എന്നൊക്കെ പിന്നെ ഇദ്ദേഹം താഹ അബ്ദുറഹ്മാൻ പറയുന്ന ആ ഒരു ലൈനില് പിന്നെ ആണ് ഇതില് അദ്ദേഹം ഇസ്ലാമിക് സെക്യുലർ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുമ്പോൾ ഇദ്ദേഹവും ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ഇദ്ദേഹത്തെ നമ്മൾ ഒരു ചിന്താപരമായിട്ടൊരു പ്ലേസ് ചെയ്യുമ്പോൾ പിന്നെ ഒരു പക്ഷെ നമുക്ക് അവിടെയാണ് വെക്കാൻ പറ്റുക. ആ ഒരു പിന്നെ ഞാനീ പറഞ്ഞ ആ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പിന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതി പിന്നെ ഈ ഡിഫറൻസിയേഷൻ എന്നല്ല തഫ്രീഖ് തഫ്സീൽ എന്നൊക്കെ പറയുന്ന നേരത്തെ പിന്നെ താഹ അദ്ദേഹത്തിന്റെ പിന്നെ ഈ സ്പിരിറ്റ് ഓഫ് മോഡേണിറ്റി റൂഹുൽ ഹദാസനെ പരിചയപ്പെടുന്ന ചില മബ്ദകളുണ്ട്. മബ്ദഉൻ നഖ്ദ് അതുപോലെ തന്നെ മബ്ദഉ ഷുമൂൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതില് പിന്നെ വരുന്ന ചില ഈ തഫ്രീഖ് മബ്ദഉൻ നഖ്ദിന്റെ ഭാഗമായിട്ട് വരുന്ന പിന്നെ ക്രിറ്റിസിസം, അതിന്റെ ഭാഗമായിട്ട് വരുന്ന അതിന്റെ രണ്ട് റുക്കുനുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പിന്നെ ഇതാണ് പിന്നെ തഫ്രീഖ് അല്ലെങ്കിൽ തഫ്സീൽ, രണ്ട് താക്കീൽ, റേഷണലൈസേഷന്റെ ഒരു റുക്കിനും അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന തഫ്രീഖിന്റെ അല്ലെങ്കിൽ ഡിഫറൻസിയേഷന്റെ ഒരു റുക്കിനും ആണ് ഈ പറയുന്ന പിന്നെ നഖ്ദിനുള്ളത് എന്ന് ഇദ്ദേഹം റൂഹുൽ ഹദാസയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ ഒരു പിന്നെ ഇസ്ലാം വേഴ്സസ് വെസ്റ്റ് എന്നുള്ള ആ ഒരു ഫ്രെയിമിൽ വർക്ക് ചെയ്യുന്നതും ഈ പറയുന്ന മൾട്ടിപ്പിൾ മോഡേണിറ്റീസ് അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക് മോഡേണിറ്റി
പിന്നെ സെക്കൻഡ് മോഡേണിറ്റി ഒക്കെ പറയുന്ന അതിൽ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകുന്ന ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു വ്യത്യാസം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇത് ഈ ഒരു വർക്ക് വേറെ വർക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാക്സന്റെ PhD തിസീസ് തൊട്ടിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഈ പറഞ്ഞ ഫുറൂഖ് അല്ലെങ്കിൽ തമീസ്, അദ്ദേഹത്തിന്റെ PhD തിസീസ് തന്നെ പിന്നെ ഷിഹാബുദ്ദീൻ അൽ ഖറാഫിയുടെ കിതാബ് അൽ ഇഹ്കാമു ഫീ തമീസിൽ ഫത്താവ അനിൽ അഹ്കാം വതസ്സറുഫാത്തുൽ ഖാലി വൽ ഇമാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക്. അതായത് ഫത്താവ പിന്നെ അഹ്കാമിൽ നിന്ന് അതുപോലെ തന്നെ ഇമാമിന്റെയും ഖാദിയുടെയൊക്കെ തസറുഫാത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഹുക്കം ശർഇയ്യ പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ മനസ്സിലാക്കേണ്ടതിന്റെ ഒരു അനിവാര്യത ഈ ഒരു ഡിഫറൻസിയേഷന്റെ തഫ്സീലിന്റെ തഫ്രീഖിന്റെ നാം ഖറാഫിയുടെ മറ്റു വർക്കുകൾ നമുക്ക് കിതാബുൽ ഫുറൂഖ് എന്ന് പറഞ്ഞിട്ട് പിന്നെ 4 കൊല്ലത്തിൽ ഉള്ള മറ്റൊരു വർക്കുണ്ട്. അതുപോലെ തന്നെ തൻഖീഹുൽ ഫുസൂൽ എന്ന് പറഞ്ഞിട്ട് ഷറഹ് തൻഖീഹുൽ ഫുസൂൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ തന്നെ ഷറഹ് അദ്ദേഹം തന്നെ എഴുതി. അപ്പൊ ഈ ഒരു ലൈൻ നമുക്ക് ജാക്സന്റെ ചിന്തകളിൽ അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു ഇസ്ലാമിക് സെക്യുലർ എന്നുള്ള ഒരു ഈ ഒരു പിന്നെ ഇത് മുന്നോട്ട് വെക്കുന്നത് പിന്നെ ഞാൻ പറയുന്നത് ആ ഒരു ധാരയുടെ ഞാൻ പറയുന്നത് പുതിയ പബ്ലിക്കേഷൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തയുടെ ആ ഒരു ലൈനിലാണ് പിന്നെ ഇതും നമുക്ക് പിന്നെ കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു വായനയില് പിന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇത് പിന്നെ ഒരു ഫിഖഹിന്റെ അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാമിക് ലോ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ ജൂറിസ്പ്രുഡൻസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കൂടി ആ ഒരു ജൂറിസ്റ്റിക് ട്രസ്റ്റ് ആണ് ഇതിന് പിന്നെ അദ്ദേഹം അതിനപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്ക് ത്രൂ ഔട്ട് ഒരു പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ വർക്കുകൾ പൊതുവിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു ഫിഖഹി അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ ഒരു ജൂറിസ്റ്റിക് ട്രസ്റ്റ് നമുക്കിതിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇപ്പൊ പലരും ഇസ്ലാമിക് സെക്യുലർ എന്ന് കേൾക്കുന്ന മാത്രമേ അതൊരു ഓക്സിമറോൺ അല്ല എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇതിന്റെ ഒരു ഭാഗത്ത് ഇതിന്റെ 3ാമത്തെ ചാപ്റ്ററിന്റെ അവസാന കലാലസനുമായിട്ട് അല്ലെങ്കിൽ പിന്നെ അതിലൊരു വലിയൊരു ചലഞ്ച് അസദ് മുന്നോട്ട് വെക്കുന്ന ഒരു ചലഞ്ചാണ്. നമുക്കറിയാവുന്ന അസദിനെ റെഗുലർ ആയിട്ടുള്ള ആളുകൾക്കറിയാം സെക്യുലർ എന്നുള്ള കാറ്റഗറിയെ ഒരു റിലീജിയൻ അല്ലെങ്കിൽ പൊതുവിൽ ആ ഒരു പിന്നെ ഈ ഒരു പിന്നെ എന്താ പറയാ മോഡേണിറ്റി എന്നുള്ളത് ഒരു സിംഗുലാർ വെസ്റ്റേൺ പ്രൊജക്ട് എന്നുള്ള ഒരു കൊളോണിയൽ പ്രൊജക്ടിന്റെ തുടർച്ചയിൽ മനസ്സിലാക്കുന്ന ഒരു ചിന്ത. അതില് സെക്യുലർ എന്നുള്ളത് പിന്നെ ഒരു മത നിരാസം അല്ലെങ്കിൽ പിന്നെ റിലീജിയൻ അല്ലാത്തത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് പിന്നെ സ്വാഭാവികമായിട്ട് അതിൽ വരുന്നുണ്ട്. അപ്പോ അത് അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് പിന്നെ ഇവരെ മനസ്സിലാക്കുമ്പോൾ അസദിന്റേത് ഒരു ഈ പറഞ്ഞ ഒരു ആന്ത്രപ്പോളജിക്ക് അകത്തുള്ള എൻഗേജ്മെന്റ് ആണെങ്കിൽ ഇതൊരു ഈ വർക്കിന് അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക് സെക്യുലറിനുള്ള ഈ ഒരു ജൂറിസ്റ്റിക് ട്രസ്റ്റ് ആണെന്നുള്ളത് ഇത് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോ പിന്നെ ഇതില് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ സംഗതികളും വളരെ വിശദമായിട്ട് അദ്ദേഹം പിന്നെ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇസ്ലാമിക് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതിൽ ഇസ്ലാമിക് സെക്യുലർ എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മുഖ്യമായിട്ടും ഇംഗ്ലീഷ് ഭാഷയിലുള്ള നിലവിൽ ഉള്ള സ്കോളർഷിപ്പിലേക്കുള്ള ഒരു തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്കേഴ്സീവ് ഡെൻസിറ്റിയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് നമ്മളിതിനെ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതേസമയം ഇതിന്റെ ഈ ഒരു അല്ലെങ്കിൽ ഒരു ജൂറിസ്റ്റിക് ട്രസ്റ്റ് പിന്നെ അത് നമ്മൾ മനസ്സിൽ വെക്കുകയും വേണം. അപ്പോ ഈ ഇസ്ലാമിക് സെക്യുലർ എന്നുള്ളതിന്റെ ഒരു ഈക്വാലന്റിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തത് അതിന്റെ ഒരു പുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പിന്നെ ഇതിനെ കുറിച്ച് കൂടിയൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ട് തുടങ്ങിയാണ്. അപ്പൊ അതിൽ അദ്ദേഹം പല സാധ്യതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനിപ്പോ ഇസ്ലാമിക് സെക്യുലർ എന്നുള്ള ഇംഗ്ലീഷ് വേർഡിന് അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ഇംഗ്ലീഷ് വേർഡിന് സാധ്യമായിട്ടുള്ള അറബി ഇക്വാലൻസ് പിന്നെ ഇപ്പൊ നിലവിലെ അറബി ഭാഷയിൽ പിന്നെ അവൈലബിൾ ഇപ്പൊ അൽമാനി എന്നുള്ള ഒരു പദമാണ് സെക്യുലറിന് പൊതുവിൽ പിന്നെ അൽമാനി അല്ലെങ്കിൽ ഇൽമാനി എന്നൊക്കെ. അപ്പൊ അദ്ദേഹം അതിന്റെ സാധ്യതകൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇതൊരു സ്വഭാവം കാണിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ അത് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോ പിന്നെ ഇസ്ലാമി അൽ അൽമാനി അല്ലെങ്കിൽ അൽമാനി അൽ ഇസ്ലാമി
ഇത് ഒരു സാധ്യതയായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിയ ദുന്യവി അല്ലെങ്കിൽ ദുന്യവി അൽ ഇസ്ലാമി ഇങ്ങനെ ഒരു സാധ്യത വെക്കുന്നുണ്ട്. ഇതൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു സാധ്യത അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹം മനസ്സിൽ കാണുന്ന അതിനുശേഷം വിശദീകരിക്കുന്ന അതിനെ അദ്ദേഹം വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന പദം ഇസ്ലാം മാ വറഅൽ ഹുക്മു ശർഈ എന്നുള്ളത്. അതാണ് അദ്ദേഹം ഐഡിയൽ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതിനെ വെക്കാവുന്ന ഒരു ഈക്വലന്റ് ആയിട്ട് അദ്ദേഹം വെക്കുന്നു. ഇസ്ലാം മാ വറഅ അൽ ഹുക്മു ശർഈ. അതിന് അത് കുറച്ച് നീളം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ പിന്നെ അൽ ഇസ്ലാമോ ഖാരിജ് അൽ ഹുക്മു ശർഈ എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം പിന്നെ മുൻഗണന കൊടുക്കുന്നത് ഈ പറഞ്ഞ ഇസ്ലാം മാ വറഅ അൽ ഹുക്മു ശർഈ എന്നുള്ള നമ്മുടെ പിന്നെ കാൻസോക്സിയാന എന്നുള്ള അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ ആ ഒരു മാവറ എന്നുള്ള ആ ഒരു ഇതിലേക്ക് അദ്ദേഹം പോകുന്നത്? അതിന്റെ പിന്നെ നമ്മുടെ ഒരു ഇസ്ലാമിന്റെ ഒരു നോമോസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു സാധ്യതയും ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ രൂപത്തിലാണ് അദ്ദേഹം ത്രൂ ഔട്ട് ഈ പിന്നെ ഇത്തരം കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന്റെ സാങ്കത്യത്തെ അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോ ഞാൻ എനിക്ക് തോന്നുന്നു ചില പോയിന്റുകളിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞത് ഇതില് ഓരോ പിന്നെ 543 പേജുള്ള പുസ്തകമായതുകൊണ്ട് പിന്നെ ഓരോ സംഗതികളും നമുക്ക് വിശദീകരിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തത് കൊണ്ടും ചില ഭാഗങ്ങൾ ചില പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് എനിക്ക് തോന്നിയ ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ചർച്ചകളിൽ കൂടുതൽ സംഗതികൾ ചർച്ച ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ ഇതിന്റെ ഒരു തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ബേസിക് ആർഗ്യുമെന്റിനെ കുറിച്ച് പറയുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അല്ലെ. മൈ ബേസിക് ആർഗ്യുമെന്റ് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞു. മൈ ബേസിക് ആർഗ്യുമെന്റ് ഈസ് ദാറ്റ് while the secular, as commonly understood in the contemporary West, connotes a fundamentally dichotomous relationship with the religious, the Islamic juristic tradition, particularly Usul al-Fiqh, points to an alternate understanding of the construction. By alternate understanding, I do not mean simply a different way of mapping the reigning Western meaning of secular onto Islam. By alternate understanding, I do not mean simply a different way of mapping the reigning Western meaning of secular onto Islam, nor am I referring to a different vocabulary by which Islam's lingua franca might express the standard Western understanding of the concept. I am arguing rather that understood against the structural and ideational background of Islam and its juristic tradition, secular acquires a different meaning altogether, one that does not render it antithesis of religion, one that does not render it the antithesis of religion. This alternate meaning is what I refer to in this book as the Islamic secular. ഇതാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക് സെക്യുലറിനെ ഇതിലെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നതായിട്ട് പറയുന്ന. My basic argument is that while the secular as commonly understood in the contemporary West, ഞാൻ പറഞ്ഞില്ല ആ സെക്യുലർ എന്നുള്ള ആ പദത്തിനുള്ള ഒരു ബാഗേജ് അത് മാത്രമല്ല പിന്നെ ഇപ്പൊ ഈ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിൽ സോഷ്യോളജി ആന്ത്രോപോളജി പോലെയുള്ള വളരെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഡിസിപ്ലിൻസ് പിന്നെ അല്ലെങ്കിൽ അതിന്റെ പിന്നെ പ്രധാനപ്പെട്ട സ്കോളേഴ്സിലൂടെ ഒക്കെ തന്നെ ഇപ്പൊ പൊതുവിൽ തന്നെ ഈ ഒരു പിന്നെ എപ്പിസ്റ്റമോളജിക്കലി തന്നെ ആ പിന്നെ പദത്തിന് കിട്ടിയിട്ടില്ല. അത് വെസ്റ്റിൽ മാത്രമല്ല ഗ്ലോബലി നേരത്തെ പറഞ്ഞ ഒരു ഹെജിമണി പിന്നെ മനസ്സിൽ വെക്കണം. അപ്പോ അതിനെ മുൻനിർത്തിയിട്ട് ആണ് പറയുന്നത് എന്ത് my basic argument is that while the secular as commonly understood in the contemporary West connotes a fundamentally dichotomous relationship to the religious. മനസ്സിലായല്ലോ? അതായത് റിലീജിയസ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു ഡൈക്കോട്ടമിയില്ല അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നത്.
പക്ഷെ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക് ജൂറിസ്റ്റിക് ട്രഡീഷൻ, particularly usul fiqh points to an alternate understanding of the concept. ഈ സെക്യുലർ എന്നുള്ളതിന്റെ ഇതല്ലാത്ത ഒരു 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 അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പിന്നെ വെളിച്ചം വീശുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ബൈ ഓൾട്ടർനേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഐ ഡു നോട്ട് മീൻ സിംപ്ലി എ ഡിഫറെന്റ് വേ ഓഫ് മാപ്പിംഗ് ദ റെയിനിങ് വെസ്റ്റേൺ മീനിങ് ഓഫ് സെക്യുലർ ഓൺ ടു ഇസ്ലാം. ഓൾട്ടർനേറ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ നിലവിലെ പിന്നെ മനസ്സിലാക്കപ്പെടുന്ന അല്ലെങ്കിൽ പിന്നെ ഈ റിലീജിയൻ അല്ലെങ്കിൽ റിലീജിയസ് അല്ലെങ്കിൽ മതപരം എന്നുള്ളതിന്റെ ഒരു പിന്നെ എതിർ ചേരിയില് ആയിട്ട് മനസ്സിലാക്കപ്പെടുന്ന ആ സെക്യുലറിന്റെ എന്താണ് അതിനെ ഇസ്ലാമിലേക്ക് വേറൊരു തരത്തിൽ ചേർത്ത് പറയാം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. Nor am I referring to a different vocabulary by which Islam's lingua franca might express the standard Western understanding of the concept. അതല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ഡിഫറെന്റ് വൊക്കാബുലറി. ഉദാഹരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ അൽമാനിയത് ജിന്നേബി പോലെയായിട്ടുള്ള ഇവിടെ പിന്നെ അറബി ഭാഷയിലെ ഈ ഇതേ കൺസെപ്റ്റ് വേറെ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതുമല്ല. I'm arguing rather that understood against the structural and ideational background of Islam and its juristic tradition. അതായത് ഉസൂലുൽ ഫിഖ്ഹിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഫിഖ്ഹി ട്രഡീഷന്റെ പിന്നെ സ്ട്രക്ചറലും പിന്നെ ഐഡിയേഷണലും ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ ഇസ്ലാമിക ഫിഖ്ഹി പാരമ്പര്യത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ് അതിന് അകത്ത് നിന്നുകൊണ്ട് സെക്യുലർ അക്വയേഴ്സ് എ ഡിഫറെന്റ് മീനിങ് ഓൾട്ടുകൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ സെക്യുലർ എന്നുള്ള കാറ്റഗറിക്ക് ഇതൊന്നും അല്ലാത്ത വ്യത്യസ്തമായ വേറൊരു പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഒരു സെക്യുലർ. ഇപ്പൊ നിലവിലുള്ള വെസ്റ്റേൺ സെക്യുലറിന്റെ ഏറ്റവും പിന്നെ നമ്മൾ ഒരു നിലക്ക് ഐഡിയേഷണൽ ആയിട്ടുള്ള ഒരു 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 ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ആസ് ഇഫ് ഗോഡ് ഡസന്റ് എക്സിസ്റ്റ് എന്നുള്ളൊരു സാധനം അതിനുണ്ട്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു പരിമിതി. അത് പുറത്തുണ്ടാകും. ഒരു നിൽക്കാൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നിൽക്കാനെ അങ്ങനെ വിശദീകരിക്കാം. അപ്പൊ ആ രൂപത്തില് സെക്യുലറിനെ എന്ത് ചെയ്യാം, ഈ ഒരു ഈ ഒരു ട്രഡീഷൻ അകത്ത് നിന്നുകൊണ്ട് പിന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. I am arguing that understood against the structural and ideational background of Islam and its juristic tradition, secular acquires a different meaning altogether, one that does not render it antithesis of religion. This alternate meaning is what I refer to in this book as Islamic secular. ഇതാണ് ഇതിന്റെ ഒരു ഈ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്ന സംഗതി. ഇനി ഞാൻ ചില അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കുന്ന ചില ഇസ്ലാമിക് സെക്യുലർ വർക്ക് ചെയ്യുന്നതിന്റെ വ്യത്യസ്തമായ രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ചില 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 തിയേറ്റർ ഓഫ് വെസ്റ്റേൺ സ്കോളർഷിപ്പ് ഒരുപാട് സ്കോളേഴ്സിനെ കോട്ട് ചെയ്തുകൊണ്ട് പിന്നെ അതിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ അദ്ദേഹം ഇതില് ഇസ്ലാമിക് സെക്യുലർ ഇതില് പിന്നെ അതിന്റെ കൂടുതൽ മനസ്സിലാക്കേണ്ട സംഗതി ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക് സെക്യുലർ അദ്ദേഹം പറയുന്ന ഒരു ഷർഈ, നോൺ ഷർഈ, അതുപോലെ തന്നെ ഒരു നോമോസ്, അത് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. നോമോസ് അല്ലെങ്കിൽ ഒരു പ്ലോസിബിലിറ്റി സ്ട്രക്ചർ, ഒരു പീറ്റർ ബർഗർ എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ സ്കോളർ മുന്നോട്ട് വെക്കുന്ന സെക്രട്ട് കാലപ്പി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു സർട്ടൻ ഈ പ്ലോസിബിലിറ്റി സ്ട്രക്ചർ എന്നുള്ള സാധനം. അപ്പൊ അതിന്റെ സഹായത്തോട് കൂടിയിട്ട് അദ്ദേഹം ഈ ഇസ്ലാമിക് സെക്യുലറിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക് സെക്യുലർ ഈ ഷർഈ അതുപോലെ തന്നെ നോൺ ഷർഈ, നോമോസ് ഇതിലൊക്കെ തന്നെ കട്ടക്രോസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ പിന്നെ നമ്മുടെ ഖാരിജ അല്ലെങ്കിൽ മാവറ എന്നൊക്കെ പറയുമ്പോൾ ഈ ഷർഈ പിന്നെ വ്യവഹാരങ്ങൾ അതിന് തീരെ റോളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അതിനും അതിന്റെ നമുക്ക് പിന്നെ ഇതിൽ പിന്നെ തക്ലീഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇതിലേക്ക് വരുന്നുണ്ട്. ഈ സബബ് ഷർത്ത് മാനികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പിന്നെ പിന്നെ ലോയും ഫാക്റ്റും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ചർച്ചകൾ അത് വരുന്നുണ്ട്. ഏതായാലും നോമോസിനെ പിന്നെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഞാന് പിന്നെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരു ഉദാഹരണത്തിലൂടെ പിന്നെ സാമാന്യ ദീർഘമായിട്ടുള്ള ഒരു ഭാഗമാണത് ചുരുക്കിയിട്ട് പിന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബർഗറുടെ ഈ പ്ലോസിബിലിറ്റി സ്ട്രക്ചർ അതല്ലെങ്കിൽ ഈ നോമോസ് എന്ന് പറയുന്നത് ചുരുക്കി ഒരു വളരെ ഉദാഹരണം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം മത്സ്യത്തിന് മീനിന് എങ്ങനെയാണോ വെള്ളം അതുപോലെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇസ്ലാമിന് നിലനിൽക്കാനുള്ള അല്ലെങ്കിൽ ഇസ്ലാം ശരിയ എന്ന് അദ്ദേഹം പറയുന്ന അതിന് നിലനിൽക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ അതിന് പിന്നെ എന്താ പറയാ അതിലത് നിലനിൽക്കുള്ളൂ. മീന് വെള്ളത്തിൽ പുറത്ത് കിട്ടാതെ ഇങ്ങനെ ഉണ്ടാവും. മീന് ആണ് പിന്നെ സ്വന്തം നിലക്ക് ഒരു പിന്നെ ജീവിയാണ് എന്നുള്ളത് കൊണ്ട് അതിന് നിലക്കാൻ കഴിയില്ല. അതിന് വെള്ളം അത്യാവശ്യമാണ് എന്നതുപോലെ തന്നെ ഇസ്ലാമിന് അല്ലെങ്കിൽ ഇസ്ലാമികം ശരിയാണ് ഏത് കാലഘട്ടത്തിലും നിലനിൽക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെതായ ഒരു പ്ലോസിബിലിറ്റി സ്ട്രക്ചർ അതല്ലെങ്കിൽ ഒരു നോമോസ് വേണം എന്നുള്ളതാണ് ഒരു ചുരുക്കം. അപ്പൊ അതിന് അദ്ദേഹം പിന്നെ ഉദാഹരണം പറയുന്നത് ഇപ്പോ പിന്നെ ഇമാം ജുവൈനിയും അതുപോലെ തന്നെ പിന്നെ ഇമാം മാവർദിയും തമ്മിൽ നടന്ന ഒരു അല്ലെങ്കിൽ തമ്മിൽ നടന്നതല്ല പിന്നെ ഇമാം മാവർദി അതല്ല അബുയാലാണ് എന്നൊരു പിന്നെ പിന്നെ രണ്ടുപേരുടെ വർക്കുകളിലും പിന്നെ അതുമായി ബന്ധപ്പെട്ട സംഗതി ഉണ്ട് എന്നുള്ളതുകൊണ്ട് രണ്ടിനും സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താ വെച്ചാല് ഈ പിന്നെ അഹ്ലു ദിമ്മയിൽപ്പെട്ട ആളുകളെ ക്രിസ്ത്യാനികളിൽപ്പെട്ട ആളുകളെ പിന്നെ എന്താ പറയാ ഈ എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ തംഹീദ് തംഹീദിന്റെ ഒരു തഫ്വീദുണ്ട്. എന്നാൽ ഈ തംഹീദാണ് എന്ത് പിന്നെ പവറുള്ള എക്സിക്യൂട്ടീവ് പവറുള്ള ആ പോസ്റ്റുകളിൽ വെക്കാം എന്ന് പിന്നെ ഇമാം മാവർദിക്ക് അബൂയാലൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ ആ വിഷയത്തില് ഇദ്ദേഹം പിന്നെ ഇമാമുൽ ഹറമൈൻ 5 പേര് പിന്നെ അവരെ എതിർത്തുകൊണ്ട് ഒരു ആർഗ്യുമെന്റ് വെക്കുന്നുണ്ട്. പിന്നെ ഖുറാനിലെ പിന്നെ ബിത്താന എന്നുള്ള അതുപോലെ തന്നെ വിലായമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഹദീസ് പിന്നെ ഇനി തുടങ്ങുന്ന ഇങ്ങനെയുള്ള ആളുകളെ ചില അത്തരം പിന്നെ മുസ്ലിം എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗവർണറെ ശാസിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ക്രിസ്ത്യാനിയെ ഇവര് പൊസിഷന്റെ പുതിയൊരു പൊസിഷനിൽ വെച്ചതിന്റെ പേരിൽ പിന്നെ അപ്പൊ ഇത് വെച്ചിട്ടാണ് ഈ 4 പോയിന്റുകൾ വെച്ചിട്ടാണ് ഇമാം ജുവൈനി ഇവരുടെ ഈ ഒരു അഭിപ്രായത്തെ എതിർക്കുന്നത്. ഇവർ പറയുന്നത് വെക്കാൻ പറ്റുന്ന പറയുന്നത് ഈ പറയുന്ന പിന്നെ ആയത്തുകൾ വെച്ചിട്ട് വിദ്യാർത്ഥികളിലേക്ക് പോവല്ല. ഇപ്പൊ വിലായത്തും നിന്നും അതിൽ തിന്മയിൽപ്പെട്ട പിന്നെ ആളുകളെ എത്തിക്കാൻ പറ്റില്ല. അപ്പോ പിന്നെ ഇവിടെ ഈ നോമോസ് അല്ലെങ്കിൽ പ്ലോസിബിലിറ്റി സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് ഇവിടെ പിന്നെ ഈ പറഞ്ഞ ബിത്താന എന്നുള്ള പദമാവട്ടെ വിലായ എന്നുള്ള പദമാവട്ടെ ഇതിനൊക്കെ ഭാഷാപരമായിട്ട് ഉള്ള ഒരു പിന്നെ വിശകലനത്തിലല്ല ഇദ്ദേഹം പിന്നെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യും. 2 ഈ പറയപ്പെട്ട പിന്നെ ശുദ്ധ ഖുർആനിൽ തന്നെ അല്ലെങ്കിൽ ഹദീസുകളിലൊക്കെ തന്നെ ഇതിന് അതല്ലാത്ത പിന്നെ അതല്ലെങ്കിൽ അങ്ങനെ പിന്നെ അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ തന്നെ ഇത്തരം പൊസിഷൻസിൽ ഈ യുവകസ്തകരായ ആളുകളെ വെച്ചതിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രത്യേക സമയത്ത് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്നതും അതിനൊരു തരത്തിലുള്ള പിന്നെ സ്വീകാര്യത കിട്ടുന്നതും എന്നുള്ളത് ഈ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ നോമോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാല് പിന്നെ ഒരു പിന്നെ ആ സമയത്ത് നിലനിന്നിരുന്ന പിന്നെ ഒരു ഇവരുടെ ഹിന്ദു ക്രിസ്ത്യാനികളിൽപ്പെട്ട ആളുകൾ എങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു പിന്നെ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ഒരു നോമോസ് രൂപപ്പെടുന്നത് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ ബാഹ്യമായി അതാണ് അദ്ദേഹത്തിന്റെ പോയിന്റ്. നോമോസ് എന്ന് പറയുന്നത് ശരത്തിന് ബാഹ്യമായിട്ട് പ്ലോസിബിലിറ്റി സ്ട്രക്ചർ രൂപപ്പെടുന്നത് ശരത്തിന് ബാഹ്യമായിട്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ പിന്നെ പിന്നെ
പ്രമുഖനായ ഒരു ചരിത്രകാരൻ പിന്നെ ഒരു ദൂതകേസകളിൽപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വളരെ അവരെ പ്രശംസിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഇവരെ പറഞ്ഞിട്ട് എഴുതുന്ന ഒരു ചരിത്രം അല്ലെങ്കിൽ പർട്ടിക്കുലർ അവരുമായി ബന്ധപ്പെട്ട് അവരെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രസിദ്ധനായ കവി എഴുതുന്ന ഒരു കവിത, അതല്ലെങ്കിൽ ഒരു മാറാവ്യാധിക്ക് ദൂത ക്രൈസ്തവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു പിന്നെ പ്രമുഖനായ ഒരാളെ ഒരു ചികിത്സ കണ്ടെത്തി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ ശക്തിബാഹ്യമായ ചില ഘടകങ്ങളാണ് ഇത്തരം ചില ഇന്റർപ്രിട്ടേഷൻസിനെ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലോസിബിലിറ്റി അതിനെ സാധ്യമാക്കുന്ന അല്ലെങ്കിൽ അതിനെ നിലനിൽക്കുന്ന ഒരു സംഗതി എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം ശരിയാ നിലനിൽക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ചുറ്റുപാട് അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു നോമോസ് സമൂഹത്തിൽ നിലനിൽക്കണം. ഈ നോമോസ് ഈ പോസിബിലിറ്റി സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നത് അതിന് ശർക്കമായിട്ട് അല്ലെങ്കിൽ ഹുക്കും ശരീരമായിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റുകളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധമില്ല. അത് പൂർണ്ണമായിട്ടും നമ്മൾ കൾച്ചർ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയും. പിന്നെ അതാണ് അദ്ദേഹം വേറെ പല സന്ദർഭങ്ങളിൽ ഈ പിന്നെ അമേരിക്കൻ കോണ്ടെക്സ്റ്റില് ഈ ബ്ലാക്ക് അമേരിക്കൻ മുസ്ലിംസും ഇമിഗ്രന്റ് മുസ്ലിംസും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നത് ഈ ഒരു സംഗതി പറയുന്നു. ഇമിഗ്രന്റ് മുസ്ലിംസിന് ഇല്ലാത്ത ഒരു തരത്തിലുള്ള ഓതന്റിസിറ്റി അമേരിക്കയിലെ ബ്ലാക്ക് അമേരിക്കൻ മുസ്ലിംസിന് ഉണ്ടാകാനുള്ള കാരണം അവർ ഈ കൾച്ചർ പ്രൊഡക്ഷൻ അവരുടേതായിട്ടുള്ള ഓതന്റിക് ആയിട്ടുള്ള അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള അമേരിക്കൻ ആയിട്ടുള്ള ഒരു കൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നതില് നാഷണൽ ഇസ്ലാം അടക്കമുള്ള അല്ലെങ്കിൽ അത് തുടങ്ങുന്ന പിന്നെ ബ്ലാക്ക് മുസ്ലിംസ് വിജയിച്ചു. അവിടെ ഈ ഇമിഗ്രന്റ് മുസ്ലിംസ് ഈ അറബ് പിന്നെ മുസ്ലിം നാടുകളിൽ നിന്ന് കുടിയേറിപ്പാർക്കുള്ള ഇമിഗ്രന്റ് മുസ്ലിംസ് അല്ലെങ്കിൽ അവരെ തന്നെ മറ്റുള്ളവർക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് നോമോസ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇന്ത്യൻ മുസ്ലിം കേസിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അവർ ഇസ്ലാമോഫോബിയ ഇന്ത്യൻ മുസ്ലിംസിനെ കൂടുതലായിട്ട് ബാധിക്കാനും ബ്ലാക്ക് അമേരിക്കൻ മുസ്ലിംസിനെ അത് ആനന്ദ ബാധിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് ഇസ്ലാമൊക്കെ പറയുന്നു. ഈ ഒരു കൾച്ചർ പ്രൊഡക്ഷന്റെ അത് ഈ പോയറ്റിക്സ് എസ്തെറ്റിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ടെക്സ്റ്റിന്റെ ബാഹ്യമായി നടത്തുന്ന അല്ലെങ്കിൽ നടക്കേണ്ടുന്ന ഒന്നായിട്ട് ആണ് ഈ നോമോസിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു വളരെ ചുരുങ്ങിയ ഒരു പിന്നെ ഈ നോമോസും ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അദ്ദേഹം പറയുന്ന ഒന്നായതുകൊണ്ടാണ് ഞാൻ അതിന് അതാണ് ഈ പറഞ്ഞ ഇമാം ജുവൈനിയുടെ ആ ഒരു പർട്ടിക്കുലർ ആർഗ്യുമെന്റ് പർട്ടിക്കുലർ സമയത്ത് ഒരു വെയിറ്റ് കിട്ടുന്നതിന്റെ കാരണം അതിന് അനുകൂലമായിട്ടുള്ള ജൂതക്രൈസ്തവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്തരീക്ഷം ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പിന്നെ എന്നുള്ളതാണ്. അത് പിന്നെ ആ ഒരു ഇതില്ലാതാവുന്നത് കൂടിയിട്ട് അത് സാഹചര്യം മാറും എന്നുള്ള ഒരു സംഗതി കൂടിയെന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. മറ്റൊരു പോയിന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോയും ഫാക്ടും തമ്മിലുള്ള വ്യത്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതും അദ്ദേഹം പിന്നെ ഇമാം ഖറാഫിയിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ അദ്ദേഹം അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇസ്ലാമിക് സെക്യുലറുമായിട്ട് അദ്ദേഹത്തിന് ഇതിനെ കണക്ട് ചെയ്യുന്നത് ഇതില് ഖറാഫി വെക്കുന്ന ഈ പ്രോപ്പർ തക്ലീദ് അദ്ദേഹം ആ ഒരു കോണ്ടക്സ്റ്റിലാണ് പിന്നെ ഇമാം ഖറാഫി എന്ന് പറയുന്നത്. തക്ലീദ് ശരിയായ തക്ലീദ് ഇംപ്രോപ്പർ ആയിട്ടുള്ള തക്ലീദും പ്രോപ്പർ തക്ലീദും തമ്മിലുള്ള ഒരു വ്യത്യാസം കൽപ്പിക്കുന്നിടത്ത് ഇമാം ഖറാഫി പറയുന്ന ഒരു അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു ഡിഫറൻസിയേഷൻ കൽപ്പിക്കേണ്ടത് എവിടെയെന്ന് വെച്ചാല് ഈ മഷ്റൂയത്ത് സബബ് അല്ലെങ്കിൽ സബബിയത്ത് സബബും അതുപോലെ തന്നെ വഖൂ സബബും തമ്മിലുള്ള ഒരു വ്യത്യാസം കൽപ്പിക്കണം. അത് പലപ്പോഴും കൽപ്പിക്കാത്തത് കൊണ്ടാണ് ഈ വഴിതെറ്റിയ തക്ലീദ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അത് അതിന്റെ പിന്നെ എനിക്ക് തോന്നുന്നത് അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാതെ ഒറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പക്ഷെ അത് പിന്നെ മനസ്സിലാവുകയായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് ഈ പിന്നെ കോവിഡ് കാലത്തുണ്ടായ പ്രത്യേകിച്ച് കോവിഡിന്റെ പിന്നെ ആദ്യ ഘട്ടങ്ങളിൽ ഏർലി സ്റ്റേജിലുണ്ടായ ഒരു വിവാദവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് എന്ന് പറഞ്ഞാല് ഈ പിന്നെ എന്താ പറയാ ഈ നമസ്കാരം ജമാഅത്ത് നമസ്കാരത്തിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ പിന്നെ അളവ് നൽകാൻ യോഗ്യമായ മാന്യതകളിൽ പെട്ട ഇംപെഡിമെന്റ്സിൽ പെട്ട ഒരു സംഗതി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് അതിന്റെ മശ്റൂഇയ്യത്ത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ
ഈ മോഡേൺ എപ്പിഡമോളജിയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു വുക്കൂ സബബിന്റെ ഒരു തലം അംഗീകരിക്കാൻ ചില സ്കോളേഴ്സ്, പ്രത്യേകിച്ച് അമേരിക്കയിൽ മാത്രമല്ല ഇവിടെയൊക്കെ തന്നെ അത്തരം ഒരു വിവാദം ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ അത് തീർത്തും ഈ പറഞ്ഞ ഈ ബാഹ്യമായിട്ടുള്ള പിന്നെ ഒരു ഇതാണ്. അപ്പൊ അതിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ അതിന്റെ എക്സ്പേർട്ടുകൾക്ക് ഈ പറഞ്ഞ ബഹുസബവുമായി വന്നിട്ട് അതിന്റെ ഒക്കറൻസ് ഓഫ് ദി പിന്നെ സബബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം അത് വേറെ പിന്നെ അദ്ദേഹത്തിന്റെ ഇഹ്കാമിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഈ ഡൈവോഴ്സിന്റെ വേർഡിങ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്. പിന്നെ കൾച്ചർ അല്ലെങ്കിൽ പിന്നെ ഇത് മാറി വരുമ്പോ പഴയ അതേ വേർഡിങ്ങിൽ ഡൈവോഴ്സ് ചെയ്താൽ പിന്നെ അതാവും, ഇനി അങ്ങനെ ഒരു കളി പിന്നെ വിധിച്ചു കഴിഞ്ഞാല് അതിനെതിരെ പിന്നെ പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിശദാംശങ്ങളിലേക്കാണ്. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഇതാണ്. അപ്പൊ ഇത് ഈ മോഡേൺ എപ്പിഡമോളജിയെ, അതായത് മാന്യമുണ്ട് അങ്ങനെ പറ്റും എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഈ ഒരു ബുക്കുവിനെ ഒക്കറൻസിനെ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അല്ലെങ്കിൽ അതും അവരെന്നെ ഈ പറയുന്ന ക്ലാസ്സിനെ, ക്ലറിക്കൽ ക്ലാസ്സിനെ അവരുടെ ഒരു എന്താ പറയാ അതോറിറ്റിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇതിലേക്ക് എടുക്കുന്ന ഒരു പ്രശ്നം. ഇത് ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. ഇത് പിന്നെ പൊതുവില് പിന്നെ ഒറ്റ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. പൊതുവില് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാണാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ പൊളിറ്റിക്കൽ തിങ്കിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പം അഞ്ജുമിന്റെ ആ വർക്കിനൊക്കെ പിന്നെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പൊതുവില് അഞ്ജുമിന്റെ വർക്ക് വളരെ ഇൻസൈറ്റ്ഫുൾ ഒക്കെ ആയതോടൊപ്പം തന്നെ ഈ ഒരു പിന്നെ അദ്ദേഹം പറയുന്ന ഒരു ശരിയാ മാക്സിമലിസം ഇമാം ഇബ്നു തൈമിയയിലേക്കും കയ്യിമിലേക്കൊക്കെ ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു ശരിയാ മാക്സിമലിസം ലാഹിരികളിലേക്ക് ചേർത്തുകൊണ്ട് ഒരു ശരിയാ മിനിമലിസത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹമായിട്ടത് ദാഹിരി മധബിനെ പൊതുവിൽ തന്നെ ദാഹിരി മധബിലേക്ക് ചേർത്തുകൊണ്ട് ഒരു ഭാഗത്ത് ശരിയാ മിനിമലിസം ഉണ്ട്, മറുഭാഗത്ത് പോലെയുള്ളവരുടെ ഒരു പിന്നെ ശരിയാ മാക്സിമലിസം എന്ന് പറഞ്ഞാൽ അല്ല. അപ്പൊ അദ്ദേഹം പറയുന്ന അഞ്ജുമിന്റെ ഈ വർക്ക് കാര്യക്കെ തന്നെ ഈ തരത്തിലുള്ള ഒരു ശരിയാ മാക്സിമലിസം അതിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പൊളിറ്റിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു സംഗതി അതിന്റെയും അപ്പുറത്തുള്ള അത് പിന്നെ ഈ പറയുന്ന ശരീഅത്തിൽ അദ്ദേഹം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഈ കമ്മ്യൂണിറ്റി സെന്റർ, റൂറൽ സെന്റർ പിന്നെ എന്നുള്ള അതിൽ തന്നെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇവര് പിന്നെ ഒരുതരം എലീറ്റ് ഉലമയും അതല്ലാത്ത സാധാരണക്കാരും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. പിന്നെ അഞ്ജുമി പറയുന്നത് ഈ ഒരു ഇതിന്റെ ഒരു പിന്നെ എന്താ പറയാ ഇതിങ്ങനൊരു എല്ലാത്തിനെയും കവിഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് പിന്നെ ഫുഖഹാക്കളിൽ നിന്ന് പിന്നെ സാധാരണ ജനങ്ങള് എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഭാഗം ഒരു നിലക്ക് പിന്നെ അവർക്ക് കൂടി വേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ താക്കം പറയുന്നത് പിന്നെ അദ്ദേഹം ഹലാക്കിലെ ഇമ്പോസിബിൾ സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്താണ് അത് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ഒരു ഹലാക്കിയൻ പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇദ്ദേഹത്തിലും ഈ ഒരു കോണ്ടക്സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ശരിയാത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊരു പിന്നെ ഓൾ എൻകംപസിംഗ് ആയിട്ടുള്ള ഒന്നാണെന്നുള്ളത്. എന്നാൽ ഈ ശരിയായ പൊളിറ്റിക്കൽ തിങ്കിങ് എന്നുള്ളത് ക്രിയേറ്റീവായിട്ട് നടക്കേണ്ടത് കുറച്ചുകൂടി അതിന് പുറത്താണ് എന്നുള്ള സംഗതി വെച്ചത് അദ്ദേഹം പിന്നെ പിന്നെ ജാബിർ അൽവാരിയുടെ ഒക്കെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ഇറാഖിലെ ഒരു 20ാം നൂറ്റാണ്ടിന്റെ ഒരു മധ്യത്തിലൊക്കെ തന്നെ ഈ കമ്മ്യൂണിസം അതുപോലെ തന്നെ സോഷ്യലിസം ഒക്കെ തന്നെ ഇതായ ഘട്ടത്തില് ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് പിന്നെ അൽബാനിയുടെ തജ്ദീദ് എൽമി അല്ല പിന്നെ താലീമുൽ എൽമി ബൈന തജ്ദീദ് തജ്മീദ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിക്റിനെ ഫിഖ് കൊണ്ട് പിന്നെ നേരിടാൻ പറ്റില്ല. ലാ ഹാരിബു അൽ ഫിക്ര ബിൽ ഫത്താവ എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഫിക്റിന് ഐഡിയോളജികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഫത്താവ കൊണ്ട്, കാരണം അന്ന് അവിടെ നടന്നിരുന്ന ഒരു സംഗതി അതായിരുന്നു പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കോട്ട് ചെയ്തിട്ട് പറയാം. അപ്പൊ നമ്മുടെ ഈ പൊളിറ്റിക്കൽ തിങ്കിങ് എന്നുള്ള അത് ഈ പറയപ്പെടുന്ന പിന്നെ എല്ലാവർക്കും അഞ്ചുമൊക്കെ തന്നെ വിഭാവന ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഇമാജിനേറ്റീവായിട്ട് കറേജിയസ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് പിന്നെ വേണ്ടതുണ്ട് എന്നുള്ള ഒരു സംഗതി പിന്നെ അതിലൊരു ഭാഗം അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്.
പിന്നെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. പിന്നെ വേറെ അദ്ദേഹത്തിന്റെ ഇതിന്റെ മൊത്തം ചിന്തകളെ അവസാന ഭാഗത്ത് അദ്ദേഹം 7 പോയിന്റുകളിലാക്കിയിട്ട് ബിയോണ്ട് ദ തിയേറ്റർ ഓഫ് വെസ്റ്റേൺ സ്കോളർഷിപ്പ് ദിസ് ഓൾസോ സജസ്റ്റ് ദാറ്റ് ഇറ്റ് മേ ബി ടൈം ഫോർ മോഡേൺ മുസ്ലിംസ് ടു അക്നോളജ് എന്ന് പറഞ്ഞിട്ട് വളരെ പക്ഷെ നമുക്ക് ഈ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ള 7 പോയിന്റുകൾ ഇതിൽ പറയുന്നുണ്ട്. അത് മുഴുവൻ വായിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യാൻ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ ചില പോയിന്റ്സ് ആണ് അവിടെ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അത് അവസാനത്തിൽ ഞാൻ പറഞ്ഞത് ഒരു മുഴുവൻ വായിക്കാൻ സമയമില്ലാത്ത പക്ഷേ കൺക്ലൂഷന്റെ ആ ഒരു ഭാഗം അതില് ഇസ്ലാം പിന്നെ ഈ അർത്ഥത്തില് പിന്നെ ഇസ്ലാമിസ്റ്റുകളെ ഇവരൊക്കെ തന്നെ ചെയ്തുകൊണ്ട് ചില സംഗതികൾ അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രിസൈസ് ആയിട്ട് ഇതായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എവിടെ എത്തിയില്ല എന്ന് എനിക്കറിയാം. അതില് വളരെ പിന്നെ ആ നിലക്ക് ഇത് പുസ്തകത്തെ ഒരു റെഫറൻസുമായിട്ട് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓരോ സ്കോളറെ ഇപ്പോ പിന്നെ നാഷണൽ ഹോസ്റ്റല് പിന്നെ എൻഗേജ് ചെയ്തു. ഷഹാബ് അഹമ്മദിന്റെ ഇസ്ലാമിക്കും നാഷണൽ ഹോസ്റ്റലിന്റെ ഇസ്ലാമിക്കും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക്കിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, അസദിന്റെ സെക്യുലർ എന്ന് വെക്കുന്ന ഒരു ചലഞ്ച് എന്താണ്, അതിനോട് എന്താണ് ഇസ്ലാമിക് സെക്യുലർ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് ത്രൂ ഔട്ട് ഈ നിലക്കുള്ള എൻഗേജ്മെന്റുകളാണ് വരുന്നത്. അപ്പൊ ഞാന് പിന്നെ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ നിർത്തുകയാണെങ്കിൽ പക്ഷെ വായിച്ചവര് ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒരുപക്ഷെ കൂടുതൽ പോയിന്റ്സ് ഞാൻ പിന്നെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്.